വാഹനാപകടത്തിൽപ്പെട്ട യുവതിയെ രക്ഷാപ്രവർത്തകനായി എത്തിയാൽ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. യുവതി പരാതിയും മൊഴിയും നൽകിയിട്ടും ആരോപണ വിധേയനായ സിനിൽ സബാദിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നതാണ് പരാതി. സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് SP ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. കേസ് അന്വേഷിക്കാൻ കായംകുളം ഡിവൈഎസ്പിക്ക് ചുമതല നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആ ദിവസം മുതൽക്ക് തന്നെ അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ആക്ച്വലി സംഭവം നടന്നു. ഇവിടുന്ന് മലയാറ്റൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്നതായിരുന്നു ആ ടീം ഓട്ടോറിക്ഷയിൽ. അപ്പോൾ ഈ പറയുന്ന അതിലുള്ള ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കംപ്ലൈനൻ്റ്, പിന്നെ കംപ്ലൈനൻ്റിൻ്റെ ഒരു ഫ്രണ്ട്, അവരുടെ ഹസ്ബൻഡ്, 2 മക്കൾ ഒന്നിച്ചാണ് ആ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതിയായിട്ട് പറയുന്ന ആളും മറ്റൊന്ന് ഹോസ്പിറ്റലിലേക്ക് അക്കമ്പനി ചെയ്തിട്ടില്ല. സ്പോട്ടിൽ വെച്ചിട്ട് ഈ സീനിൽ നിന്ന് ആ വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്തുള്ളതാണ് ഈ പറയുന്ന കുട്ടി പറയുന്ന മൊളസ്റ്റേഷനിലെ ചാൻസ്. നെക്സ്റ്റ് ഡേ അതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് കറക്റ്റായിട്ട് ഇൻറ്റിമേഷൻ കിട്ടിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ ഇൻറ്റിമേഷൻ പ്രകാരം അടുത്ത ദിവസം സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോർമലി ചെയ്യുന്ന ഒരു പ്രൊസീജിയേഴ്സ് എല്ലാം കേസ് രജിസ്റ്റർ ചെയ്തു. ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് 183 എന്നാണ് പറയുക, മുമ്പ് 164, അത് പ്രകാരം ഇതെടുക്കാൻ വേണ്ടി CGM കൊടുത്തു. അത് മറ്റേ പോക്സോ ഓഫൻസ്, റേപ്പ് കേസൊക്കെ ആണെങ്കിൽ വിതിൻ 24 hours തന്നെ ഒന്നുണ്ട്. ഇത് കൊടുത്തു. ഇനി CGM നോട്ടീസ് കൊടുത്തിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. ശരണ്യ സ്നേഹത്തിനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശരണ്യ, അപകടത്തിൽപ്പെട്ട യുവതിയാണ് ഈ രീതിയിൽ പീഡിപ്പിച്ചിരിക്കുന്നത്. ആ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയില്ല, നിസാര വകുപ്പുകൾ ചുമത്തി, ജാമ്യത്തിൽ വിട്ടയച്ചു, മറ്റ് തുടർ നടപടികൾ ഉണ്ടായില്ല എന്ന ഗുരുതര പരാതിയാണ് ആ യുവതി മുന്നോട്ട് വെച്ചിരുന്നത്. താൻ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ മുക്തയായിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യുവതി പറഞ്ഞു. പക്ഷേ തങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ചയും ഇല്ല എന്ന് SP വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? എന്താണ് ഈ പുതിയ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിൽ പോലീസിന്റെ നീക്കങ്ങൾ? കഴിഞ്ഞ ഏപ്രിൽ 3-നാണ് ഈ സംഭവം ഉണ്ടായത്. കായംകുളം KPSC ജംഗ്ഷനിൽ വെച്ചാണ് മലയാറ്റൂർ പോയി വന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത്. ഈ യുവതിയും യുവതിയുടെ സുഹൃത്തും ഭർത്താവുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ വാഹനം മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ഡിവൈഡറിൽ തട്ടി അപകടത്തിൽപ്പെടുന്ന ഓട്ടോറിക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അപകടത്തെ തുടർന്ന് അവിടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയ ആളാണ് ഈ സിനിൽ സാബത്ത് എന്ന വ്യക്തി. വ്യാപാരി വ്യവസായിയുടെ കായംകുളം യൂണിറ്റ് പ്രസിഡന്റ് കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ അവിടെ വെച്ച് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ യുവതിയെ ലൈംഗികമായി അതിക്രമം കാട്ടി എന്നുള്ള ചൂണ്ടിക്കാട്ടിയാണ് യുവതി പോലീസിൽ പരാതി നൽകിയത്. അന്ന് ഈ രാത്രി ആശുപത്രിയിൽ എത്തിച്ച ഘട്ടത്തിൽ എക്സ്റേ എടുക്കുമ്പോഴാണ് ഈ ശരീരത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളെ കുറിച്ച് എക്സ്റേ റൂമിൽ വെച്ചാണ് ആദ്യം യുവതി വിവരം നൽകുന്നത്. തുടർന്ന് ഡോക്ടറുടെ പരിശോധനയ്ക്ക് വിട്ടു. പരിശോധനയിൽ ആശുപത്രിയിൽ നിന്നും പോലീസിലേക്ക് ഇന്റിമേഷൻ പോയതിനെ തുടർന്നാണ് ഇത് കേസ് എടുക്കുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് പോയത്. 4 FIR വീഴുകയും ചെയ്തിട്ടുണ്ട്. ഈ യുവതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. പോലീസ് വ്യക്തമാക്കുന്നത് ഇലക്ഷൻ സംബന്ധമായ ആ സമയത്ത് എന്തെങ്കിലും നടപടിക്രമങ്ങൾ മറ്റെന്തെങ്കിലും കാലതാമസം ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ആവശ്യത്തിനൊരു പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിൻ്റെ കുറേ പരിമിതികൾ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ കായംകുളം പോലീസിലെ ഗ്രേഡ് SI ആയിട്ടുള്ള വിനോദാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. വിനോദിൽ നിന്നും ആ കേസ് കായംകുളം DYSP ബിനുകുമാറിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അത് ഇത്തരത്തിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ ഭാഗമായാണ് ആ മാറ്റം എന്നുള്ളത് SP വ്യക്തമാക്കുന്നു. ഈ യുവതി പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ആശുപത്രിയിൽ എത്തിച്ച മറ്റ് വൈദ്യ പരിശോധന തന്നെ പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് അവിടുന്ന് എക്സ്റേ റൂമിൽ നിന്ന് വൈദ്യ പരിശോധനയ്ക്കായി ഡോക്ടറെ കണ്ടിട്ടുണ്ട് യുവതി എന്നുള്ളതാണ്. ഇനി ഗൈനക്കോളജിസ്റ്റിന്റെ വൈദ്യ പരിശോധനയാണോ എന്നുള്ളതാണ്. കാരണം പുറമേ ആണ് ഈ സംഭവം, അതായത് അതിക്രമം നടന്നത് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ലഭ്യമായിട്ടുള്ളത് എന്നുമാണ് അവർ പറയുന്നത്, പോലീസ് പറയുന്നത്. അത് തന്നെ. പക്ഷേ യുവതിക്ക് പൂർണ്ണമായ പിന്തുണ ആ വിഷയത്തിനകത്ത് നൽകുമെന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇന്ന് നമ്മൾ SP ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ആ യുവതി ഒരു കാരണവശാലും ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് കള്ളം പറയേണ്ട സാഹചര്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. പോലീസിനോട് ആദ്യം വെളിപ്പെടുത്തിയത് ഈ വ്യക്തി ആരാണ് എന്ന് അത് അവർക്ക് അറിയില്ലായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് എത്തിയ ഒരാൾ അയാളെ കണ്ടാൽ തിരിച്ചറിയാം എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് പോലീസിന് മൊഴിയായി നൽകിയത്.
പിന്നീട് ഇയാളെ തിരിച്ചറിഞ്ഞ് ഇയാളുടെ പേര് വിവരങ്ങൾ നൽകുകയായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ നേരിട്ടൊരു മുൻപരിചയമോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ സ്പോട്ടിൽ വെച്ച് വീണ് കിടന്ന അവസ്ഥയിൽ പൊക്കിയെടുക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ വ്യാപാരി വ്യവസായിയുടെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള സിനിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് വ്യക്തമാക്കി. വ്യാപാര വ്യവസായ സമിതി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. മറ്റൊന്ന്, ഇതിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിൽ വൈകൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം കൂടി യുവതി മുന്നോട്ട് വെക്കുന്നു. SP ഇന്ന് വ്യക്തമാക്കിയത് 6-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരം നൽകിയിട്ടുണ്ട്. അതായത് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് കോടതിയാണ് സമയം നൽകേണ്ടത്. 6-ാം തീയതി ആയി എന്നുള്ളത് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളും ഫോഴ്സിലെ ചില കുറവുകളും കൊണ്ടാണ്. പക്ഷെ 6-ന് തന്നെ കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് പോലീസിന്റെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിട്ടുള്ളത്. അതിനനുസരിച്ച് കോടതി സമയം തരുന്നതനുസരിച്ചാണ് രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കഴിയുക. ആ സമയം കോടതി ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും കർശന നടപടി, അങ്ങനെ ഒരു കള്ളപ്പരാതി ആ യുവതിക്ക് നൽകേണ്ട സാഹചര്യമില്ല. അവർ തമ്മിൽ മുൻകാല പരിചയം പോലുമില്ല. അവിടെ ഉണ്ടായ ഒരു ഇൻസിഡന്റ് തന്നെയാണ് അവർക്ക് ഇങ്ങനൊരു പരാതിയിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് പോലീസും വിശ്വസിക്കുന്നത്. അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. മറ്റൊന്ന്, 25 ലക്ഷം രൂപയോളം ഇയാൾ വാഗ്ദാനം ചെയ്തു. ഈ ആശുപത്രിയിലെത്തി അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കൊല്ലത്തേക്ക് പോകണമെന്ന് ഭീഷണി മുഴക്കി എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഗുരുതര കാര്യങ്ങൾ ആ യുവതി പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച് അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ കൂടുതൽ വകുപ്പുകൾ കൂടി ഇതിനകത്ത് ചുമത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ അവർ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ 7 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഭീഷണി അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് അതുകൂടി ഇതിനകത്ത് ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ വകുപ്പുകൾ അപ്ഗ്രേഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ മറ്റു നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് കൂടി പോകും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ഇതിൽ 25 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്ത് ഈ പരാതി ഒഴിവാക്കാൻ ഉള്ള ശ്രമം നടന്നിട്ടുണ്ട്, പണം വാഗ്ദാനം ചെയ്ത് പരാതി ഒഴിവാക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി യുവതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അങ്ങനെ ആളുകൾ ബന്ധപ്പെട്ടു എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള പിന്നീട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ കൂടി പോലീസ് പരിശോധിക്കും. അതനുസരിച്ച് കൂടുതൽ വകുപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കും എന്നതാണ് പറയുന്നത്. എന്തായാലും യുവതി ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളാണ് പോലീസിനെതിരെ ഉന്നയിച്ചിരുന്നതെങ്കിൽ അത്തരം വീഴ്ചകൾ സംഭവിച്ചിട്ടില്ല എന്നതാണ് പോലീസ് വിശദീകരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.